മീരയുടെ ഈ കുരിക്കിലോട്ടുള്ള എൻട്രിയും ഫസ്റ്റ് സീനും പിന്നെയുള്ള ഈ പുതുമുഖ ഡയറക്ടറാണ് അഭിജിത്ത് എന്ന ആൾ. പുള്ളിയായിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്ന് പ്രേക്ഷകരായിട്ടൊന്ന് ഷെയർ ചെയ്യാം. കുരുക്കെന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഒരു ക്രൈം ത്രില്ലറാണ്. ക്രൈം ത്രില്ലർ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ളൊരു ഏരിയ ആണ്. അപ്പോൾ ഞാൻ ഈ ആദ്യം സ്ക്രിപ്റ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഒരു 3-4 ദിവസം മുന്നെയാണ്. ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്നതിന് എനിക്ക് തോന്നുന്നൊരു 5 days അങ്ങനെയാണ് ഞാൻ സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. കേൾക്കുമ്പോൾ തന്നെ എനിക്ക് നോർമലി എനിക്ക് ക്രൈം ത്രില്ലേഴ്സും മിസ്റ്ററീസും അതൊക്കെ ഇഷ്ടമായതുകൊണ്ട് തന്നെ ഐ വാസ് വെരി ഇൻട്രസ്റ്റഡ് ഇൻ ദ ഫസ്റ്റ് പ്ലേസ്. ക്രൈം ത്രില്ലർ ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ പിന്നെ ഫുൾ കേട്ടപ്പോൾ ഐ അണ്ടർസ്റ്റാൻഡ് ലൈക്ക് കോണ്ടന്റ് വൈസ് വളരെ നല്ലൊരു സ്ക്രിപ്റ്റാണ്. ഈ പറഞ്ഞ പോലെ ഒരുപാട് സ്റ്റാർസും കാര്യങ്ങളും അല്ല ഇതിൻ്റെ സ്റ്റാർ എന്ന് പറയുന്നത് സ്ക്രിപ്റ്റും കോണ്ടന്റും അതെങ്ങനെ പോർട്രേ ചെയ്യാൻ അവർക്ക് എങ്ങനെ സാധിച്ചോ അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങളുടെ ഓരോരുത്തരുടെ ക്യാരക്ടേഴ്സും പുറമേ നിന്ന് കാണുമ്പം അങ്ങനെ ഇപ്പോൾ അൻലേൻ്റെ ക്യാരക്ടർ തന്നെ ഒരു പോലീസ് ഓഫീസറാണ് ഈ പറഞ്ഞ പോലെ. അൻലേൻ്റെ ക്യാരക്ടർ വളരെ സട്ടിലായിട്ടുള്ള ഓരോ സീൻസ് അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷൻസിലൂടെയാണ് പുള്ളിയുടെ ആസ് എ പോലീസ് പേഴ്സൺ നമുക്ക് പുള്ളിയുടെ ഒരുപാട് ക്വാളിറ്റീസ് മനസ്സിലാവുന്നല്ല. അതൊരു ഭയങ്കര ഹീറോയിസം അങ്ങനെയൊന്നും കാണിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ എല്ലാ ക്യാരക്ടേഴ്സിനും ആ ഒരു സട്ടിലായിട്ടുള്ളൊരു ഒരു വേർഷനാണ്. എനിക്ക് തോന്നുന്നു എല്ലാത്തിനും കുറേ ലേയേഴ്സുള്ള ക്യാരക്ടേഴ്സാണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. പക്ഷെ ഒന്നും അങ്ങനെ ഒരു ഓവറായിട്ട് നമുക്കൊരു ഡ്രമാറ്റിക് ഫീൽ തോന്നുന്ന ക്യാരക്ടേഴ്സ് അല്ല. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഫസ്റ്റ് ഈ സ്ക്രിപ്റ്റിൽ ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ എന്നെ കൂടുതൽ ഈ മൂവിയിൽ അട്രാക്ട് ചെയ്യിപ്പിച്ചത്. ഇങ്ങനത്തെ കുറച്ച് ഫാക്ടേഴ്സാണ്. പിന്നെ ചോദിച്ചിരുന്നത് എക്സ്പീരിയൻസിനെ കുറിച്ചാണ്. എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് അഭിജിത്ത് ഏട്ടൻ്റെ മൂവി എന്ന് പറയുന്നത് ഡയറക്ഷണൽ ആദ്യമായിട്ടാണ് അഭിജിത്ത് ഏട്ടൻ ചെയ്യുന്നത് ഒരു ഡയറക്ടറായിട്ട്. പക്ഷെ നമുക്ക് ഒരിക്കലും ഒരു ഫസ്റ്റ് ടൈം ഡയറക്റ്റ് ചെയ്യുന്ന ഒരാൾ അങ്ങനെ ഒരു ഫീലിംഗ് നമുക്ക് തോന്നി. കുറേ ടേക്കൊക്കെ പോയായിരുന്നോ ഷൂട്ടിൽ? കുറേ ടേക്ക് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരുപാട് ടേക്ക് ഒന്നും പോയിട്ടില്ല. കാരണം ഞങ്ങളുടെ ഷൂട്ട് തന്നെ വളരെ കുറച്ച് ദിവസത്തിലാണ് ഷൂട്ട് ചെയ്ത് തീർക്കുന്നത്. ലൊക്കേഷൻ ട്രിവാൻഡ്രായിരുന്നല്ലേ? ട്രിവാൻഡ്രായിരുന്നു ഫുൾ ലൊക്കേഷൻ. അപ്പോൾ അങ്ങനെ എല്ലാവരിലും അവരുടെ ബെസ്റ്റ് കൊടുക്കുന്ന അത്രയും പേര് അഭിജിത്തേട്ടൻ നമുക്കൊരു സ്പേസ് തരുന്നുണ്ട്. അപ്പോൾ ശക്തമായൊരു കഥാപാത്രമായിരിക്കും സിനിമ തരുന്നത് മീരയുടെ. നല്ലൊരു ക്യാരക്ടറാണ്, ഒരു പ്രോമിനന്റ് ക്യാരക്ടറാണ്. ഇവരുടെയൊക്കെ ക്യാരക്ടേഴ്സിൽ എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഒരു ബ്ലെസ്സിംഗ് ഇസ് ദാറ്റ് ക്യാരക്ടേഴ്സ് എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. സോങ്സ് ഒക്കെ ഉണ്ടോ ഇതിനകത്ത്? സോങ്സ് ഉണ്ട്, നല്ല കുറച്ച് സോങ്സ് ആണ്. ഒരു കോളേജ് ബൈക്കൊക്കെ പിടിച്ചു പോകുന്ന സോങ് ഒക്കെ ഉണ്ട്. നല്ല സോങ് ആണ്, എല്ലാവരും കാണണം. ജൂലൈ 5-നാണ് മൂവി റിലീസ് ചെയ്യുന്നത്. തിയേറ്ററിൽ തന്നെ പോയി കാണാം. ഓക്കെ മീര, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ.